ലെനോവോയുടെ ലെനോവോ ടാബ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 11,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലെനോവോ ടാബ് എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 10.1 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 1200x1920 ആണ്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു റെസൊല്യൂഷൻ ഓക്കെ എന്ന് പറയാം, അത്ര മികച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷനൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും ഒരു കമ്പാരിസനൊക്കെ വേണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെ പാഡ് 2 ലൈറ്റ് പോലുള്ള ടാബുകളൊക്കെ വരുന്നുണ്ട്. അതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് 2K റെസൊല്യൂഷനെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ LCD പാനലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെയാണ്. പിന്നെ 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു. എന്നാലും 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് എന്നുള്ളത് ഓക്കെ എന്ന് പറയാവുന്നതാണ്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 400 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആവറേജ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാം, അത്ര മികച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ടാബിൻ്റെ തിക്നെസ് വരുന്നത് 9.5 mm ആണ്. ഇതിൽ മെറ്റൽ ബോഡിയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ടാബിൻ്റെ പോളാർ ബ്ലൂ എന്ന ഒരു കളർ വേരിയൻ്റാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTekൻ്റെ Helio G85 എന്നുള്ള പ്രോസസ്സറാണ് ഈ ടാബിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തിരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്ന് പറയാവുന്നതാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിനേക്കാൾ കുറച്ചും കൂടിയൊരു പ്രൈസ് റേഞ്ചിൽ റെഡ്മി പാഡ് SE എന്ന ടാബ് വരുന്നുണ്ട്. അതിൽ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. അത് നോക്കാം. അല്ല എന്നുണ്ടെങ്കിൽ 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി പാഡ് 2 വരുന്നുണ്ട്. അതിൽ ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTekൻ്റെ Helio G99 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. അതും നോക്കാവുന്നതാണ്. ഇപ്പം മെയിനായിട്ട് പ്രോസസ്സറും പെർഫോമൻസൊക്കെ നിങ്ങൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ. പിന്നെ ഈ ഒരു ടാബിൻ്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും അതുപോലെ തന്നെ 4G സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും വരുന്നുണ്ട്. ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 64GB ഇൻറ്റേർണലുമാണ് വരുന്നത്. ഈ ഒരു വെർഷനിൽ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും 4G സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും വരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ 4GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിൽ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനെ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. പിന്നെ LPDDR4Xൻ്റെ റാമും eMMC സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ വരുന്നത്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് വലിയൊരു പ്രശ്നമായിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമ്മൾ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1,000 രൂപയും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ റിയൽമി പാഡ് 2 ലൈറ്റ് എന്ന ടാബ് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതിലാണെങ്കിൽ ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അപ്പം അതിൽ നമുക്ക് കൂടിയ 4 സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കും. അപ്പം അതും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള റെഡ്മി പാഡ് SEയിലും ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. 500 രൂപയും കൂടി കൂടും എന്നേ ഉള്ളൂ. പിന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള ലെനോവോയുടെ ZUI സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ടൈമിലൊക്കെ ലോഞ്ച് ചെയ്യുന്ന ഒരു ടാബിൽ ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കൊടുക്കായിരുന്നു. ഇതിൽ ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ക്യാമറയുടെ കാര്യത്തിൽ ടാബിൻ്റെ പിന്നിൽ 8 MP ക്യാമറ സെൻസറും പിന്നെ ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെ എന്ന് പറയാവുന്നതാണ്. ബേസിക് ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പാണ്. പക്ഷേ എന്നാലും ടാബ് എന്ന് പറയുന്ന ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഡിവൈസ് അല്ല. അതുകൊണ്ട് ഈ ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെ എന്ന് പറയാം. ബാറ്ററിയുടെ കാര്യത്തിൽ 5100 mAhൻ്റെ ബാറ്ററിയെ വരുന്നുള്ളൂ. ഇപ്പോൾ സാധാരണ ഫോണുകളിലൊക്കെ കാണുന്ന ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് ഇത്. അതേ ഇതിൽ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ കോമ്പറ്റീഷനിൽ വരുന്ന റെഡ്മി പാഡ് SE അതുപോലെ തന്നെ റിയൽമിയുടെ പാഡ് 2 ലൈറ്റ് എന്നീ ടാബുകളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ 8000 mAhൻ്റെ ബാറ്ററിയൊക്കെ വരുന്നുണ്ട്. അപ്പം ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി ആ ടാബുകളിൽ കിട്ടും. 500-1000 രൂപയ്ക്ക് കൂടും എന്നേ ഉള്ളൂ. പിന്നെ 15 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് ഇതിൽ വരുന്നത്. ആവറേജ് ആയിട്ടുള്ള ഒരു ചാർജിങ് സ്പീഡ് എന്ന് പറയാം. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി സെറ്റപ്പ് അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന 4GB റാം 64GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 10,999 രൂപയാണ്. ഈ ഒരു വെർഷൻ്റെ 4G സപ്പോർട്ട് ചെയ്യുന്ന വെർഷൻ്റെ വില വരുന്നത് 12,999 രൂപയാണ്. പിന്നെ 4GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 11,998 രൂപയാണ്. വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുള്ളൂ ഇതിൽ. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആവറേജ് ആയിട്ടുള്ള ഒരു ടാബാണ് ഇത് എന്നേ പറയാൻ പറ്റുള്ളൂ. അത്ര മികച്ചൊരു ടാബ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിലും ബെറ്റർ ഒരു 500 രൂപ അല്ലെങ്കിൽ 1000 രൂപയൊക്കെ കൂട്ടിയിട്ട് റെഡ്മിയുടെ പാഡ് SE അല്ലെങ്കിൽ റിയൽമിയുടെ പാഡ് 2 ലൈറ്റ് ഇതുപോലുള്ള ടാബുകളൊക്കെ എടുക്കാവുന്നതാണ്. അതിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറും പിന്നെ ചിലതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ടാബ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ബഡ്ജറ്റ് 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ടാബ് കൺസിഡർ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ 500 രൂപ അല്ലെങ്കിൽ 1000 രൂപയെ കൂട്ടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ടാബുകൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അതാണ് ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.